നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവ്യേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. വരുന്ന ജൂൺ 14 ഞായറാഴ്ച അമാവാസി, അതും വന്നിട്ട് സൂര്യഭഗവാനുക്ക് ഉകந்த ഭാനു അമാവാസ്യ. ഈ ഇലയുടെ മേലെ ഒരേ ഒരു ദീപം വച്ചാൽ മാത്രം മതി, സകലവിധ പാപങ്ങളും മാറി. അത് എന്ത് ഇലയാണ്, എന്ത് ദീപമാണ് എന്ന് നോക്കുന്നതിന് മുന്നേ ആയിട്ട് പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം. വരുന്ന വളർപ്പിറ പഞ്ചമി എപ്പോ വരുന്നെന്നാല് 19 വെള്ളിയാഴ്ചയാണ് തിഥി വരുന്നത്. നിങ്ങൾ പേരുകൾ കൊടുക്കേണ്ട ടൈമിംഗ് വന്നിട്ട് ജൂൺ 18 വ്യാഴാഴ്ച രാത്രി 9 മണി വരെയാണ്. വളക്കമ്മ നമ്മുടെ ചാനൽ ഈ 2.5 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്നാൽ പുതുതായി വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ്, ഞങ്ങൾക്കും ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വന്നിട്ട് ഓൾ ഇൻഫർമേഷൻസും റിപ്ലൈ ആയി തരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വേണ്ടും പക്ഷത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോ ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. നമ്മള് ഒരു ഇലയിൽ ദീപം വയ്ക്കുമെന്ന് പറഞ്ഞില്ലേ, അത് എന്ത് ഇലയാണെന്ന് നോക്കാമോ? അമാവാസി എന്ന് പറഞ്ഞാലേ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ പിതൃക്കന്മാർക്ക് തർപ്പണം ചെയ്യുന്നത്, പിതൃക്കൾക്ക് വഴിപാട് ചെയ്യുന്നത്, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പശുമാടുക്ക് വന്നിട്ട് അഗസ്ത്യക്കീരയെ കൊടുക്കുന്നത്. എന്നാല് ഇന്നൊരു പക്കം നോക്കിയാല് കുലദൈവ വഴിപാട് വന്നിട്ട് അമാവാസ്യ ദിവസം ചെയ്യുന്നത് എന്നത് ഭയങ്കര സിറപ്പാണത്. നിറയെ പേർക്ക് അതിഷ്ടം എന്നതുപോലെ അവരുടെ വീട്ടിന്റെ അടുത്ത് തന്നെ കുലദൈവ കോവിലിരിക്കും. അങ്ങനെയുള്ളവര് വന്നിട്ട് യാതൊരു ശ്രമവും നോക്കാതെ കോവിൽ വന്നിട്ട് പോയിട്ട് വരുന്ന ദൂരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ മാസം മാസം വരുന്ന അമാവാസ്യ തിഥിയില് നിങ്ങള് കുലദൈവ വഴിപാട് വന്നിട്ട് വൈകുന്നേരങ്ങളിൽ ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു 6 മണിക്ക് മേലെ, ആഫ്റ്റർ 6 PM, ശരിയാ? അങ്ങനെ ചെയ്യുന്നതിനാല് അമാവാസ്യ കഴിഞ്ഞ് വരുന്ന അടുത്ത ഒരു 15 നാൾക്കൾക്ക് ഈ വളർപ്പുറ നാൾകളില്ലയാ, അത് വന്നിട്ട് എല്ലാ മാസവും സിറപ്പാന മാസമായിട്ട് വന്ന് നമുക്ക് കിട്ടും. അതിലും ഈ അമാവാസ്യ ഏതെല്ലാം മാസങ്ങളിൽ വരുന്നോ അങ്ങനെ വരക്കൂടിയ ഒരു ചില മാസങ്ങള് ഇതിന്റെ മഹിമയെ മാറിപ്പെടും. ഇപ്പൊ വന്നിട്ട് മാസി അമാവാസ്യ, തൈ അമാവാസ്യ, ആടി അമാവാസ്യ, അങ്ങനെ നമ്മൾ ഈ അമാവാസ്യയെ ഓരോ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് പിരിച്ചെടുക്കാം. എന്നാല് ആ മാസങ്ങളിൽ വരുന്ന അമാവാസ്യ തിഥി ഏത് ദിവസം അതിനെ പൊരുത്താണ്. ഇപ്പൊ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അങ്ങനെ ഓരോ ദിവസത്തിനെ പൊരുത്ത് അതിന്റെ ഫലങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ജൂൺ 14 വൈകാശി മാസത്തോടെ കടശി നാള്, ലാസ്റ്റ് നാള്, അതായത് നാളെ ഞായറാഴ്ച, വൈകാശി മാസം 31 ജൂൺ മാസം 14 ഞായറാഴ്ച. ഇതില് ഏറ്റവും സിറപ്പാനത് നമുക്ക് ഞായറാഴ്ച അമാവാസ്യ വന്നിരിക്കുന്നുണ്ട്. ഈ ദിവസം മിസ് ചെയ്യാതിരിക്കുക. ഈ ദിവസം വന്നിട്ട് നിങ്ങൾക്ക് ഒത്തിരി എളിമയായിട്ടും തൃപ്തിയായിട്ടും വഴിപാട് ചെയ്യാൻ സാധിക്കും. ഞായറാഴ്ച വരുന്ന ഈ അമാവാസ്യ സൂര്യഭഗവാനുക്ക് ഉകந்த നാളിൽ വരുന്നതിനാല് ഇതിനെ ഭാനു അമാവാസ്യ എന്നാണ് പറയപ്പെടുന്നത്. ഭാനു എന്നാൽ പകലവൻ, അതായത് സൂര്യൻ. സൂര്യഭഗവാൻ ആരെന്നറിയൂല്ലേ? 9 കുതിരകളെ കൂട്ടിക്കെട്ടിയ തേരില് വരാൻ പറ്റുന്നവർ, ഗ്രഹങ്ങളിലെ വന്നിട്ട് രാജഗ്രഹം എന്ന് അറിയപ്പെടുന്നവർ. ഇവരെ പ്രാർത്ഥിക്കുന്നതിനാല് ഇപ്പോ രാഷ്ട്രീയ പദവി, അത് മാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗം, രാജയോഗം, കുടുംബത്തിൽ വന്നിട്ട് നല്ല മതിപ്പ്, ഇതെല്ലാം വന്നിട്ട് താനേ നമ്മളെ തേടി വരും. നമ്മളെ ഓടി വന്ന് നമ്മളെ ഓട്ടിച്ചിട്ട് പിടിച്ച് നമുക്ക് തരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഞായറാഴ്ച വന്നിരിക്കുന്ന ഈ അമാവാസ്യയെ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുതേ. ജൂൺ 14 ഞായറാഴ്ച രാവിലെ 11:53, അതായത് 11:53 AM അമാവാസ്യ തിഥി പിറക്കുന്നത്. അത് നെക്സ്റ്റ് ഡേ ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 9:27, ദാറ്റ് മീൻസ് 9:27 AM വരെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വന്നിട്ട് അമാവാസ്യക്കുള്ള പൂജകൾ ചെയ്യുന്നു, പിതൃകൾക്ക് വഴിപാട് ചെയ്യുന്നു. നിങ്ങളെ മുന്നോറുകൾ ഉണ്ടല്ലോ, മരിച്ചു പോയവർക്ക് ഇലകൾ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ശരിയായ നല്ല നേരം നോക്കി ചെയ്തോളുക. ഈ മാസം വന്നിട്ട് നമുക്ക് ഞായറാഴ്ചയാണ് അമാവാസ്യ തിഥി വന്നിരിക്കുന്നത്. അതും 11:50 മേലെയാണ് തിഥി പിറക്കുന്നത്. എന്നാല് 12 to 1:30 PM യമകണ്ഠ കാലം ഇരിക്കുന്നുണ്ട്. എന്നാൽ രാഹുകാലത്തെ പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയുള്ള ടൈമിനാണ് വരുന്നത്. 12 to 1:30 യമകണ്ഠ കാലം കഴിഞ്ഞ് 1:30 നിങ്ങളുടെ മുന്നോറുകൾക്ക് സാമ്പ്രാണി ദീപം വെച്ച് ഇല വെച്ച് നിങ്ങൾ ഭക്ഷണം വെച്ചോളുക. അതിനുശേഷം നിങ്ങൾക്ക് കാക്കയ്ക്ക് ഭക്ഷണം വയ്ക്കാം. നിങ്ങൾ കഴിച്ച് നിങ്ങളുടെ വ്രതം മുടിക്കുന്നതെല്ലാം അപ്പോ ആവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോവിലിൽ പോകാൻ പറ്റുമോ ഇല്ലയോ, അതും കുലദൈവ കോവിലിലും പോകാൻ പറ്റുമോ ഇല്ലയോ, നിങ്ങള് വീട്ടിൽ തന്നെ കുലദൈവത്തിനെ മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദീപത്തെ ഏറ്റിവെച്ച് ധാരാളമായിട്ട് നിങ്ങൾക്ക് ഈ അമാവാസ്യ പൂർത്തീകരിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഒരുപാട് മഹിമകള് അമാവാസ്യയെ പറ്റി പറഞ്ഞിട്ടേ ഇരിക്കുകയാണ്. മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഞായറാഴ്ച സൂര്യഭഗവാനുക്ക് ഉഗന്ധ നാളിൽ വരുന്ന ഒരു അമാവാസ്യയാണ്. ഇത് വന്നിട്ട് വൈകാശി 31 തീർന്ന് അടുത്ത് വന്നിട്ട് ആണിമാസം 1-ാം തീയതി പിറക്കുകയാണ്. അതായത് ഇടവമാസം തീർന്ന് മിഥുനമാസം പിറക്കുന്നു. ഈ പിറക്കുന്ന ആ പുതിയ 1-ാം തീയതി മാസം നിങ്ങൾക്ക് നല്ല സിറപ്പാന മാസമായിട്ട് വന്നു ചേരാനായിട്ട്, രാജയോഗം കിട്ടാനായിട്ട് ഈ ഒരു ഇലയുടെ മേലെ ഒരു ദീപത്തിനെ ഏറ്റി വെച്ചാലേ പോതും. ഇല ഏതാണെന്നും അതിന്റെ പൂവ് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റിൽ നിങ്ങൾ ഇല ഏതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ റോഡിൽ നടന്നു പോകുമ്പോഴോ നമ്മുടെ കണ്ണിൽ സാധാരണമായി കാണുന്ന ഒരു ഇല, ആരും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ഇല. ഇത് വന്നിട്ട് എരുക്കില എന്നാണ് പറയുന്നത്. എരുക്കില വെള്ള എരിക്കായാലും പരവായില്ല, ലൈറ്റ് ബ്ലൂ എരിക്കായാലും പരവായില്ല, ഏത് ഇലയായിരുന്നാലും ഒന്നും പ്രശ്നമില്ല. ഈ എരുക്കില വന്നിട്ട് സൂര്യഭഗവാനിക്ക് ரொம்ப ഉഗന്ധ ഒരു ഇലയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദോഷ നിവർത്തി ഇല. സൂര്യഭഗവാനിക്ക് ഉഗന്ധ ദിനം വന്നിട്ട് വർഷത്തില് ഒരു തവണ വരുന്നത് രഥസപ്തമി. ആ രഥസപ്തമിയിൽ വന്നിട്ട് സൂര്യഭഗവാനിക്ക് ഉഗന്ധ ഈ എരുക്ക് ഇല എടുത്തിട്ട് നമ്മൾ ഉച്ചൻ തലയിൽ വച്ച് അതിന് തലയ്ക്ക് കുളിക്കുമ്പോ സകലവിധമായ നമ്മുടെ പാപങ്ങളും 7 ജന്മത്തിലെ ദോഷങ്ങളും നമ്മളെ വിട്ട് വിലകി മാറി പോയിടും. അങ്ങനെയുള്ള മഹിമയുള്ള ഒരു ദോഷ നിവർത്തി പൊരുളാണ് ഈ എരിക്കില. ഇത് വന്നിട്ട് സംസ്കൃതത്തില് അർക്കായില എന്നാണ് പറയുന്നത്. ഈ എരുക്ക് ഇലയ്ക്കും സൂര്യഭഗവാനും വന്നിട്ട് അങ്ങനെ ഒരു സംബന്ധം ഇരിക്കുന്നുണ്ട്. അതിനാല് നിങ്ങൾ ഒരേ ഒരു എരുക്കില, നിങ്ങൾക്കത് സാധാരണമായി കിട്ടുന്ന ഒരു ഇലയാണ്. ഇല എടുത്തിട്ട് വന്നിട്ട് നല്ല കഴുകി ശുദ്ധമാക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ചന്ദനവും കുങ്കുമവും വെച്ചോളുക, ഇല്ലെങ്കിൽ വിഷയമില്ല. ഈ ദീപം വന്നിട്ട് ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞുങ്ങളെന്നോ മുതിർന്നവരെന്നോ അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല. ആർക്ക് വേണമെങ്കിലും വെക്കാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഇത് ദീപം വെക്കേണ്ട നേരം എന്നത് ഒത്തിരി മുഖ്യം. ഞാൻ ഓൾറെഡി ടൈം പറഞ്ഞിരുന്നു. ഞായറാഴ്ച 12 മണിക്ക് മേലെ തുടങ്ങി തിങ്കളാഴ്ച 9 മണി വരെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, പകല് പിതൃക്കളുടെ വഴിപാടെല്ലാം തീർത്തതിന് ശേഷം വൈകുന്നേരം ഒരു 6 മണിക്ക് മേലെ നിങ്ങള്, രാഹുകാലം 6 മണിക്ക് തീരും എന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ദീപം ഏത്തിக்கலாம். നിങ്ങൾ പൂജയറയില് എപ്പോഴത്തും പോലെ അമാവാസ്യക്കുള്ള വഴിപാടെല്ലാം ചെയ്തതിന് ശേഷം പിതൃക്കൾ വഴിപാട് മാത്രമല്ല ചെയ്യേണ്ടത്, തീർച്ചയായും നിങ്ങൾ വന്നിട്ട് വീട്ടിലെ പൂജയറയില് ഇല വഴിപാടും ചെയ്യണം. ഈ ഇല വഴിപാടെല്ലാം ചെയ്തതിന് ശേഷമാണ് വൈകുന്നേരം 6 മണിക്ക് മേലെ ഒരു 5 നിമിഷം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ഈ ഒരു ദീപം ഏറ്റിക്കൊള്ളുക. ദീപത്തോടെ, അതായത് ഇലയുടെ തലപ്പകുതിയിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ട് വെച്ചിട്ട് നിങ്ങൾ ഒരേ ഒരു അകൽ വിളക്ക് വെച്ച് ദീപം വെച്ചോളുക. അകൽ വിളക്കില്ലാത്തവരാണെങ്കിൽ, മൺവിളക്കില്ലാത്തവരാണെങ്കിൽ ആ ഇലയുടെ മേലെ നിങ്ങളെ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വിളക്ക് എടുത്തു വെച്ചിട്ട്, അത് കാമാക്ഷമ്മൻ വിളക്കായാലും ശരി, ഏതൊരു വിളക്കായാലും ശരി, എടുത്തു വെച്ചിട്ട് അതിൽ ദീപം വെച്ചോളുക. ദീപം ഇനി ഏത് ദിശ നോക്കി എരിയണമെന്ന് ചോദിച്ചാല് നിങ്ങളുടെ വീട്ടിലെ പൂജയറയിലാണ് ദീപം വെക്കേണ്ടത്. അതിനാല് വീട്ടില് പൂജയറയിൽ വെക്കുന്ന മറ്റു ദീപങ്ങളെല്ലാം ഏത് ദിശ ഭാഗത്താണോ എരിയുന്നത് ആ ദിശ ഭാഗത്ത് നമ്മൾ വെച്ചോളുക. ഇല വന്നിട്ട് ഏത് ദിശ നോക്കി വെക്കണമെന്നതൊന്നും നിങ്ങൾ അതൊന്നും ആലോചിച്ച് കവലപ്പെട വേണ്ടിയ ആവശ്യമില്ല. ദീപം ഏത് സൈഡിലോട്ട് നോക്കി എരിയുന്നോ അതാണ് മുഖ്യം.
ഈ ദീപത്തെ വന്നിട്ട് നിങ്ങൾ ഒരു ചെറിയ തട്ടിൽ വെച്ചോ ഇല്ലെങ്കിൽ ഒരു മരത്തിലുള്ള പലകയുണ്ടല്ലോ അതിന്റെ മേലെ വെച്ചോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നെയ്യൊഴിച്ചും ദീപം പോടാം. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ സാധാരണ വിളക്കെണ്ണ പോട്ടും നിങ്ങൾക്ക് ദീപം വയ്ക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഈ ദീപത്തെ ഏത്തിവെച്ച് ഫേസ്റ്റില് നിങ്ങൾ കുലദൈവത്തെ പ്രാർത്ഥിക്കുക. രണ്ടാമത് വന്നിട്ട് നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചോളുക. സൂര്യഭഗവാൻ വന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് അസുഖങ്ങൾക്കും എല്ലാം ഒരു അന്തിമ തീർപ്പ് കൊടുക്കപ്പെടുന്നവര്. തീരാത്ത അസുഖങ്ങളാണ് ഇരിക്കുന്നെങ്കിൽ അതെല്ലാം തീർത്തു തരാനുള്ള അത്രയ്ക്കും ഒരു പവർ ഇരിക്കുന്നവരാണ് സൂര്യഭഗവാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി, നിങ്ങളുടെ പിള്ളകളായാലും ശരി, ജോലി നോക്കുന്ന ഇടത്തില് നല്ല ഒരു ബഹുമതി, ഒരു നല്ല സ്ഥാനത്തോടു കൂടി ഇരിക്കണം. സമൂഹത്തിൽ വന്നിട്ട് നല്ല പേരെടുക്കണം. അങ്ങനെ മനസ്സിൽ കരുതുന്നവര് ഈ ദീപത്തെ ഏറ്റി വെച്ചതിന് ശേഷം ആ കോരിക്ക് ഭഗവാന് മുന്നേ വച്ചോളുക. ഇനി ജാതകത്തിൽ വന്നിട്ട് സൂര്യൻ ബലഹീനമായി ഇരിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ പല പല തടസ്സങ്ങളുമാണ് ഏർപ്പെടുന്നത്. ഈ ദീപത്തെ ഏറ്റുന്നതിലൂടെ ആ വരുന്ന തടസ്സമെല്ലാം മാറിക്കിട്ടുമെന്നത് ഐതിഹ്യം. ആരോഗ്യത്തിന് അധിപതിയായി ഇരിക്കக்கூடிയവർ ആരാണ്? സൂര്യഭഗവാൻ. അങ്ങനെയുള്ള ശരീരത്തിന്റെ പ്രശ്നങ്ങള്, കൺദൃഷ്ടി, ഇതെല്ലാം നീക്കി ജീവിതത്തിന് നല്ല ചുറുചുറുപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നവർ സൂര്യഭഗവാൻ. ഗവൺമെന്റ് ഉദ്യോഗം നേടാൻ, ഉദ്യോഗത്തില് സ്ഥാനക്കയറ്റം നേടാൻ, ചെയ്യുന്ന തൊഴിൽ വ്യാപാരത്തില് നല്ല വളർച്ച ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെയെല്ലാം മനസ്സിൽ കരുതുന്നവർക്ക് ഈ ദീപം ധാരാളമായിട്ട് വെക്കാവുന്നതാണ്. ഇപ്പോ നമ്മുടെ അച്ഛൻ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനും ഈ ഒരു വഴിപാട്, ഈ ദീപ വഴിപാട് ചെയ്താൽ മതി. ഈ ദീപം വന്നിട്ട് കുറഞ്ഞത് ഒരു ഹാഫ് ആൻ അവറിലിരുന്ന് 1 അവർ വരേക്കും വെക്കണം. അരമണി നേരത്തിലിരുന്ന് 1 മണി നേരം വരേക്കും പൂജാറയിൽ എരിഞ്ഞാലും മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫലങ്ങളും ഈ ഒരു ദീപത്തിലിരുന്നേ നമുക്ക് കിട്ടും. ഈ ദീപം എരിഞ്ഞതിന് ശേഷം വിളക്കെടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ പൊയ്ക്കോളുക. പിറ്റേ ദിവസം രാവിലെ, അതായത് ജൂൺ 15 തിങ്കളാഴ്ച, നിങ്ങൾ എണീറ്റിട്ട് പൂജയറ ശുദ്ധപ്പെടുത്തുമല്ലോ. ആ സമയത്ത് ആ ഇല ഉണ്ടല്ലോ, എരിക്കില വെച്ചിട്ടുണ്ടല്ലോ, ഓൾറെഡി നമ്മള് തലേ ദിവസം തന്നെ വിളക്ക് ശുദ്ധപ്പെടുത്തി വെച്ചു. എന്നാൽ ഈ ഇല നിങ്ങൾ കാൽപെടാത്ത ഇടത്തിൽ പിറ്റേ ദിവസം രാവിലെ എടുത്ത് കളയാൻ പാടുള്ളൂ. ഒരു കാരണവശാലും അത് കാലുകൊണ്ട് ചവിട്ടാൻ പറ്റാത്ത രീതിക്ക് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഒരേ ഒരു ദീപത്താലെ നിങ്ങളുടെ ജീവിതമേ മാറാൻ പോകുന്നു. എക്കച്ചക്കமான മുന്നേറ്റമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ദീപം വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഇല്ല. കാരണം നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങ വേണ്ടിയ ആവശ്യമില്ല ഈ ഇല. ശരിയാ? ഒരു ചെറിയ മുന്നേറ്റം നമുക്ക് ഏർപ്പെട്ടാലും അതിന്റെ അധിപതി നമ്മൾ തന്നെയാണ്. വിശ്വാസത്തോടെ ചെയ്തോളുക. നല്ല ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി വിദേശത്തിരിക്കുന്നവർക്ക് ഇത് അങ്ങാടി പച്ചമരുന്ന് കടയിൽ, കോവില് പക്കത്തുള്ള കടകളിലെല്ലാം കിട്ടുന്നതാണ്. ശരിയാ? വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.